ഇരുട്ടും കുണ്ണും. ഇത് എന്തരാണ് മനുഷ്യന്മാരെങ്ങനെ കാണും അവിടെ ഇരുട്ടാണേ. ഒലയാടി മോനെ, നീ അത് കുണ്ണയുടെ ഗെയിം ഉണ്ടാക്കിയ പുണ്ടച്ചി മോനെ. ഓക്കെ, എനിക്ക് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗ്രാഫിക്സ് സെറ്റിങ്സ് എടുക്കട്ടെ. മാക്സ് ഗ്രാഫിക്സ് എടുക്കട്ടെ. മാക്സ് ഗ്രാഫിക്സാണ് ഇട്ടേക്കണം തോന്നി, അത് ഇടയ്ക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 120 FPS ഹൈ ഗ്രാഫിക്സാണ് ഇട്ടേക്കണം. മാക്സിമം ഗ്രാഫിക്സാണ് ഇപ്പോൾ ഇട്ട് വെച്ചേക്കണം. എന്തിനാ ഇത് കേട്ടോ? ഓ ഓ ഈ സാധനമാണ് നമ്മൾ. ഓക്കെ ഈ സാധനമാണ് ഞാൻ അവിടെ നേരത്തെ ഞാൻ ആദ്യം കളിച്ച വന്ന് നോക്കിയില്ല, പെട്ടെന്ന് സ്കിപ്പാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ രൂപം വന്ന് പെട്ടെന്ന് മനസ്സിലായില്ലേ. ഈ കുണ്ണ ഞെട്ടി ഉണർന്നോട്ടാണ് ഞാൻ കളിച്ചു തുടങ്ങിയത്. ഈ സാധനമാണ് നമ്മൾ കളിക്കണം. ഓക്കെ, ഇത് ഇപ്പോൾ കാണിച്ചു സെറ്റ് ഗ്രാഫിക്സ് എല്ലാം മാക്സ് ആണ്, വേറെ സീനൊന്നുമില്ല. ഓക്കെ, എടാ സൗണ്ടൊക്കെ ഗെയിമിൻ്റെ സൗണ്ട് കേൾക്കാമല്ലേ, വേറെ സീനൊന്നുമില്ലല്ലേ. ഓക്കെ, ഇത് എനിക്ക് ഇതിൽ ഇവിടെ ഇരുന്നോട്ട് എനിക്ക് സെറ്റിങ്സിൽ ഒരു കാര്യം ചെയ്യാറുണ്ട്. സെറ്റിങ്സിലും കൺട്രോൾസിൽ കസ്റ്റമൈസ് ലേഔട്ടിൽ ഇത് ഇത്തിരി മോൾ ചെയ്യണം. കാരണം വെച്ചാലേ അത് ആവശ്യമുണ്ട് സെറ്റാകട്ടെ. എന്നിട്ട് ബാക്കിൽ റീസൺ കുണ്ണത് മോളിലെ ഓക്കെ. ശരി, മുന്നോട്ട് പോയി നോക്കാം. എടാ ഇത് ലൈറ്റ് ഓക്കെ. ലൈറ്റ് കത്തിച്ച് മുന്നോട്ട് പോയി നോക്കാം. ഓരോ ചുവട് ശ്രദ്ധിച്ച് വയ്ക്കണം. പെട്ടെന്നൊരു സ്വപ്നം പോലെ കണ്ട് ഇവൻ ഞെട്ടി എണീച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോയൊരു വഴി പോലെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. എന്തൊക്കെയാണ് ഇതിന് മുന്നിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും പോയി നോക്കാം. അതെന്തൊരു മുന്നിൽ പറി. മുന്നോട്ട് വഴിയൊക്കെ ഉണ്ട്. എന്തായാലും എന്തൊരു ലൈറ്റ് വിളക്ക പറിക്കാനായിട്ട്. ഓക്കെ, എടാ വിളക്കെപ്പോഴും കത്തിച്ച് വെച്ചിരിക്കണം. അവിടെ ഈ ഒരു ഇരുട്ടി നമുക്ക് നിൽക്കണ്ട, ഇരുട്ടി സർവൈവ് ആയി നിൽക്കണം. അതുകൊണ്ട് വെളിച്ചം എപ്പോഴും വേണം. ഓക്കെ, അതിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിച്ചം ഇത് അണച്ചാലും കണ്ട അതിൻ്റെ വെളിച്ചമുണ്ട്. സെറ്റ്. ഓടാ ഇത് തുറക്കണം കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയാൽ സെറ്റടാ, സെറ്റ്. ഇനി ഇതുവഴി പോകണം. ഇതിൻ്റെ എവിടെയാണ് നിൽക്കണമെന്നൊരു ഇതുമില്ല. അവിടെ ലൈറ്റ് വേണം. ഇതൊന്ന് എണീക്കട്ടെ. ചാടിക്കയറണം. ലൈറ്റ് ഇട്ട് മുന്നോട്ട് പോവാം. ഓ കുനിഞ്ഞ് പോടാ കുണ്ണേ. ഓക്കെ, വീണ് പറിക്കാനായിട്ട് ഞാൻ ഓർത്തില്ല. അതുവഴി കയറി. ഇതെന്ത് പറയും ഇതൊരു കയറിപ്പോ. ഇതെന്തോ എന്ന് പറിക്കാൻ ലൈറ്റ് അണഞ്ഞു പോകണം. ഇതൊരു കുനിഞ്ഞു പോകണം. ഇങ്ങോട്ട് കയറാം കേട്ടാ. അതുവഴി പോകണം. ഓക്കെ സെറ്റ്. അവിടെ പിടിച്ച് കയറി. ഞാൻ ഇങ്ങോട്ട് വീണ്. സീനില്ല. കസേര എടുത്തോണ്ട് വരട്ടെ. ഇത്രേ പറ്റുമോ? ഓക്കെ, ഇത്ര മതി. പറിക്കാം. കസേര തിരിച്ചു വയ്ക്കാം കേട്ടോ. ഓക്കെ, ഇനി ചാടി കയറാം. എടാ കുണ്ണക്കസേര ഇതെന്തൊത്തി. ഓക്കെ, പരിവർത്ത കസേര. എടാ ഈ ജോയ് സ്റ്റിക്ക് എന്തോ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ചാടാം. ചാടി ഭാഗ്യം കിട്ടിയടാ.
ഓ ബെക്കാസ് വരെ കറക്റ്റ് ഒന്നും ഇരുന്നില്ല, വെളിച്ചം കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കാണാനും സെറ്റാവില്ല. എടാ വിടറാ മയില്, വാതിൽ പിടിച്ചോണ്ടിരിക്കണം. ഓക്കെ ഇനി ഇവിടെ കത്തിച്ച് ഇങ്ങോട്ട് പോവാം. ഓ ഇതെന്തോ കാലിലെന്തരാ പറ്റി? ഓ ചെളിയാണ് നോട്ടത്. അങ്ങോട്ട് വലിഞ്ഞ് കയറാൻ ചേട്ടേ. ഓ ഇതൊരു വച്ച് പിടിക്കണ്ട ഇത്. ഓ വീണില്ല, വാഗടാ അവിടെ കുഴിയാണ് വീഴുന്നത്, ഇപ്പം തീർന്നേനെ. ആ ശ്രദ്ധിച്ചോണം കേട്ടാ. ഇവിടെ എന്തൊരു സാധനം, ഓ എന്തൊരു ജീവി പോലെ പെട്ടെന്നുണ്ടാ. ചാടണം കേട്ടോ, ശ്രദ്ധിച്ച് ആ ഓ വീട്ടിലെ ഇവിടെ ജസ്റ്റ് പിടിക്കും. സെറ്റ് ഓ ഇതെന്തൊരു മുന്നിൽ കൂട്ടി. ഓ താഴെ വീണ്. ഓ ചെളി വീണ്ടാ. ഓ എന്തൊരു സാധനം എടാ അത് എന്തോ സാധനം അത്. എടാ പറിച്ച സാധനം എന്നെ ഒന്ന് പിടിച്ചടാ. അത് എന്തരായിരുന്നു അത്? എന്തര ജീവികൾ എന്തരാ കുണ്ണാളെന്ന് പിടിച്ചടാ. അത് എന്തോന്ന് മയിലത്. എടാ അവിടെ തന്നെ വീണ്ടും വന്ന് ജനിച്ച് വീണ് കേട്ടോ. വീണ്ടും ജനിച്ചത് മറ്റേ അവിടെ തന്നെ ഇതാ ചെക്ക് പോയിന്റ് പോലെ സെറ്റ്. ഓ ചാടിച്ചടി അത്ര പിടിച്ചടാ പന്നി തന്നെ. അതെന്തൊരു സാധനം. ഞാൻ വെളിച്ചം മനസ്സിലായില്ലേ? എന്തൊരു ലൈറ്റോട് സാധനം ഇരിക്കണം. അതിൽ കാണാൻ വെളിച്ചത്തിൽ അതിന് നേരെ പോലും കാണാൻ പോലും പറ്റില്ല. എന്തൊരു ഇഴയണ ഒരു ജീവി. ചാടിയും പോകണം. ഓ സെറ്റ്. ഇതെന്തൊരു തള്ളി തന്നെ എടാ കുഴി വീണടാ. അത്രയും വന്നിട്ട് ഞാൻ വീണ്ടടാ പൊട്ടായി. എന്ത് മയില്, ഞാൻ വീണ്ടും അവിടെ തന്നെ ജനിച്ചു വിടാൻ പറ്റില്ല. ജീവിയുള്ള പറിക്കാനായിട്ട് എൻ്റെ പോന്നോ. എന്ത് വലിയ മണ്ടത്തരം ചേട്ടാ, എന്ത് വലിയ മണ്ടത്തരം. ഉണ്ണ ഓ ജസ്റ്റ് ഓ അത്രേ ഉള്ളു. ഓടാ കുണ്ണാളെ. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് ഓരോ ചുവടും. ഓക്കെ ഓരോ ചുവടും ശ്രദ്ധിച്ച് ചാടി പറ്റും. അത്രേ ഉള്ളൂ. വട ഒന്നേ താഴെ കുഴിയടാ. വീണാലേ അവൻ തീരും. നീ ചാടിക്കറ. വെളിച്ചം കത്തല്ലേ. അങ്ങ് എത്തിയില്ലല്ലേ. നൈസിന് പതിയെ അങ്ങ് പോടാ. പതിയെ ഇതൊഴി. ഓ ഇതിൻ്റെ ഇടയിൽ ഇതിൽ കൂടെ എങ്ങനെ പോടേ. വീണ് അത്രയല്ല. വീഴില്ല പടാ കൊണ്ടായി. വീഴില്ല എൻ്റെ തന്ത വീഴും. ഞാൻ വീഴില്ല. നൈസിന് ഇപ്പോൾ ഓക്കെ. അത് വഴി പോട്ട് എടാ കേറടാ ഉണ്ടാ. ഓ ഇപ്പം അവിടെ പോയിന്ന് ഊമ്പിയാണ്. ഇങ്ങോട്ട് വഴി ഉണ്ടായിരുന്നു. കണ്ട കണ്ട ഇതാണ്ടാ വെളിച്ചില്ലാത്തോണ്ടേ നമുക്കേ പെട്ടെന്ന് കിട്ടൂലത്. എടാ വെളിച്ചം എന്താ ഇത്ര നിൽക്കേ. ഇതാകുമ്പോൾ സ്പീഡ് കുറച്ചല്ലേ ഇങ്ങനെ പോവാം. എനിക്ക് ചാടണം കേട്ടാ. എടാ ഒന്ന് കാണാൻ പോലും പറ്റല്ല. ഓ ഭാഗ്യം എത്തിയടാ. വീണില്ല. നൈസ്. എടാ വെളിച്ചുള്ള ചേട്ടൻ സത്യം പറഞ്ഞാൽ സീരിയസ്ലി ചേട്ടൻ വെളിച്ചം ഒട്ടുമില്ല. ഓക്കെ ഓ എടാ ഇത് കണ്ട നമ്മൾ ഓരോ വഴിയും നോക്കി ശ്രദ്ധിച്ച് ഓരോ ചുവടും ശ്രദ്ധിച്ച് പോകണം.
സെറ്റ്. എടാ കൊണ്ണേ എത്തി. ഇതെന്ത് ചെയ്യണം? ഇത് പിടിച്ചങ്ങോട്ടാണ് തിരിയണം കേട്ടോ. അങ്ങനെയല്ല ഇത് പിടിച്ചല്ല. ഓ അങ്ങാട്ട് വലത്തോണ്ട്. ഓ കണ്ടാടാ, ഇപ്പോഴാണ് സത്യം പറഞ്ഞ സംഭവം നേരെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ട എന്തരാന്നാണ് എന്തൊരു ചരിഞ്ഞു പോണത്. എത്തിയല്ല അവിടെ. എത്തിയില്ല അവിടെ. അപ്പോൾ ഇത് ആവണ മുന്നേ ഇനി ഓടിയെത്താം. ഇപ്പോൾ സംഭവം മനസ്സിലായി. സെറ്റ് അങ്ങനത്തെ കറങ്ങി ഇതൊന്നും വേദി കറങ്ങൂല മുന്നേ കറങ്ങണം. ഓക്കെ ഇത്ര ഉള്ളൂ. ഇത് ലോക്കാണ് ചോദിക്കാൻ പറ്റില്ല. ഓടി തന്നെ കയറണം. ഓടി തന്നെ കയറണം. സ്പീഡ് ഓടൂലായിക്കൊണ്ട് സ്പീഡ് ഓടൂല. ഊമ്പാലും സ്പീഡ് ഓടൂല മയില്. അവിടെ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇതായി പോടാ. മനസ്സിലായില്ലേ? ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ വീണു പോകുന്നു. ഞാൻ തിരികെ കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ ഓടി കയറാൻ പറ്റണ്ടേ? വെയിറ്റ് OPRB എനിക്ക് ചാറ്റ് ആക്കി ഒരു സെക്കൻഡ്. അവിടെ ചാറ്റ് ചെയ്യാൻ വെയിറ്റ് ആകെ. ഓക്കെ എന്തൊരു ചാറ്റ് വായിക്കാം. സൗണ്ട് ഉണ്ടോ നോക്കി. സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ചാറ്റ് വായിക്കാം. OPRB ഡാളിയ ഇതേത് ഗെയിം? എടാ ഈ ഗെയിമിൻ്റെ പേരാണ് ലിറ്റിൽ മേയേഴ്സ്. ഓക്കെ ടൈറ്റിൽ കണ്ടില്ലേ? ലിറ്റിൽ മേയേഴ്സ് ആണ് ഈ ഗെയിമിൻ്റെ പേര്. ചാറ്റ് ആ പറിച്ച് അത് പിടിച്ച് അങ്ങോട്ട് തിരിക്കാം എങ്കിലേ ഇത് എനിക്കങ്ങോട്ട് ഓടിക്കയറണം. അങ്ങനെയാണ്. ഇത് നല്ല ഇതാണ് കേട്ടോ. എനിക്ക് തോന്നണത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പറിക്കാൻ ഞാൻ കുഴി ചെന്ന് വീണ്ടാ. ഊമ്പിയ കുഴിയും കുണ്ണേട എന്തോന്നടാ ഇതൊക്കെ. അവിടെ ഓൾറെഡി വെളിച്ചമില്ല. ഈരെ ഉണ്ണേ എൻ്റെ പാറി. എടാ ഇനി എവിടെ ഇതായി വരുമോ എന്താ വീണ്ടും? ഇനി എവിടെയാണെന്ന് ഞാൻ വരാൻ പോണം. ലോഡാവാത്തത് വല്ല ലോഡായി. എനിക്ക് ഇമ്മാതിരി ഗെയിം മൊത്തത്തിൽ ഒരു ഡാർക്കടാ. നല്ല ഡാർക്ക്. ഓ ഞാൻ ഇവിടെ പുനർജനിച്ച് കണ്ടാടാ. ഒരു ഇവിടെയാണല്ലേ മുണ്ട് ജനിച്ച. ഓക്കെ കടയിൽ വെളിച്ചം കുറവ് ഓൾറെഡി. പിന്നെ ഈ കുണ്ണയ്ക്ക് സ്പീഡും ഇല്ല. മനസ്സിലായില്ലേ? കുണ്ടച്ചോ സ്പീഡില്ലാത്തൊരു കുണ്ണ. എന്നും മയിരടാ അത്. ഇത് എത്ര തവണ ശ്രമിക്കേണ്ടി വരും എന്തോ കേട്ടാ. നല്ല ഇതാണ്, പാടാണ്. നേരത്തെ അത് മുമ്പൊക്കെ ഉണ്ടായ സ്ഥലം പെട്ടെന്ന് നീ വരാൻ പറ്റാടാ. ഇത് എനിക്ക് ഇത്തിരി ഇത് കറങ്ങൂല. കറങ്ങടക്കും. മൂവ് ദ ജോയ്സ്റ്റിക്ക് അറ്റ് ദ വേ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ടു സ്റ്റാർട്ട് റണ്ണിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. അതാ ഓൾറെഡി അപ്പം അണയൂലടാ പുണ്ടച്ചി മോനെ.
കുഴി വീണ കൂമ്പിയ കുഴി ഞാൻ വീണു. ഒലയാടി കുഴി, അവൻ്റെ തന്തേരെ കുണ്ണ അവിടെ കുഴിച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അങ്ങോട്ട് വീണ ഇരുട്ടും കുണ്ണ്. ഇത് എന്തരാണ്, മനുഷ്യന്മാരെങ്ങനെ കാണും അവിടെ ഇരുട്ടാണേ. പൊലയാടി മോനെ, നീ അത് കുണ്ണയുടെ ഗെയിമുണ്ടാക്കിയ പുണ്ടച്ചി മോനെ. മൊത്തം ഇരുട്ട്. കറങ്ങ് 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 കറങ്ങന്ന് കുണ്ണെ. ഓ കറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാ പുണ്ടച്ചാൻ. ഓ ചാടി ചാടി പോയാൽ പോരെ. ചാടി ഡബ്ല്യു ഐ ഡി കിട്ടേ. എടാ നമ്മളെ ഓടണം എന്തിന്? ഞാൻ അവിടെ നിന്ന് ഓടിയെന്തിന്? എനിക്ക് ഞാനിപ്പോൾ കാണിച്ചില്ലേ, കണ്ട പുണ്ടച്ചുവനെ താഴെ വീണ കുണ്ണ കിട്ടിയാൽ ചവിട്ടി തരും. ഇങ്ങനെ ചാടിയാ പോയി നേരമോ താഴെ വീണ്ട പുണ്ടച്ചിന്. എവിടെ ഏത് മറ്റേ ഓക്കേടാ ഓണ ഇരുട്ടും ഏവനാണ് ഇവനെ പറിച്ചോണ്ട് താഴോട്ട് ചാടിയിടാം. റിവ്യൂ ആട്ടോ ഇത് ഇതായി വരട്ട്. വെളിച്ചോ ഇല്ല ഇവിടെ, എന്ത് ഇത് മൊത്തം ഇരുട്ടും. ഓടാ എണീച്ച് സംഭവം മനസ്സിലല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിയിട്ടേ വേണ്ട ഇങ്ങനെ ചാടി, ഇവിടെ നിന്ന് ഇങ്ങനൊരു ചാട്ടം, ഇങ്ങനൊരു പുഴല്ലേ എടാ താഴെടാ. ഓ എടാ അത്യാവശ്യം അത് മര്യാദയ്ക്ക് ചാടിയ മനസ്സിലായില്ലേ, അങ്ങെത്തിക്കോളും. സംഭവം അത്രേ ഉള്ളു. ഓടാ കുണ്ണ ഇപ്പം ഞാൻ എത്തും. സിമ്പിൾ. ഓക്കെ സിമ്പിൾ ബ്രദർ, സിമ്പിൾ. ഇപ്പുറത്തേക്ക് ഇത് കറങ്ങും. ഈ ജോയ്സ്റ്റിക്ക് ചെറുതാക്കാം, അതിൻ്റെ സൈസ് വല്ല അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂ. ഓക്കെ ചാറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, വിടുക. എടാ ഈ കുണ്ണയ്ക്ക് സ്പീഡില്ലടാ. നിങ്ങൾ കണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞു ഏട്ടാ, ഈ കുണ്ണയ്ക്ക് സ്പീഡില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ കുണ്ണ വേണ്ട അണ്ടിയാട്ടി ഓടി അങ്ങ് എത്തണല്ലേ മയിരെ. ശ്രമിച്ചു വാങ്ങട്ടെ എന്തായാലും. നമ്മൾ നമ്മൾ കുറച്ച് അങ്ങനെ ഓരോരോ ഇത് റൗണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത്. മനസ്സിലായില്ലേ, കൂടുതലും മനസ്സിലാക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. വിട്ട് ഇടല്ലേ പറ്റുന്നില്ല കൊണ്ട്. എനിക്ക് ഇതിൽ ഒരു സംഭവം ഉണ്ട് ഇതിലേ, ഓടിയിട്ട് അല്ല ഇതല്ല, ഇത് ഓടി വന്നിട്ട് ഇല്ല, ഇത് ചാടണില്ലേ, ഓടി വന്നിട്ട് ഇല്ല എന്തെങ്കിലും നിരങ്ങിപ്പോണെന്നൊരു സംഭവം ഉണ്ടായിരുന്നു, സെറ്റപ്പ് ഉണ്ടായിരുന്നു. സ്പീഡ് ഓടിയാണ് പിന്നെ നിരങ്ങിപ്പോകാൻ പറ്റും. ഇത് തന്നെ കണ്ട. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ നിരങ്ങിപ്പോകാൻ പെട്ടെന്ന് നമ്മൾ ഇതാക്കണം. അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണം അവിടെ ചേട്ടൻ. ഇത്തിരി ഇതാണ് കേട്ടോ, ഇത്തിരി ഈ ഒരു ഇതങ്ങ് കടന്ന് എല്ലാം ഇത്തിരി പാടായിരിക്കും. ചേടാ അവിടെ ചെല്ലുമ്പോൾ എന്തോടാ എന്തൊരു പാടാ. അതിലങ്ങ് എത്തണ്ടേ. എത്ര ട്രൈ ചെയ്യണം നമ്മൾ, എത്ര ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് അവിടെ. എനിക്ക് ഒന്നും ട്രൈ ചെയ്യാം. വെയിറ്റ് ആക്കെ കറങ്ങ. ഓ അത് ജസ്റ്റ് അവിടെ വീട്ടിൽ താഴോട്ടായി വീണ് പിടിച്ചെണീച്ച് വന്നില്ലേ. കുണ്ണേടാ അവിടെ വീണടാ കൊലയാടി പുണ്ണ കുഴി ഒരു മൊത്തത്തിൽ ഞങ്ങളുടെ ഇത്തിരി ഇതാണ്ട്രാ, മനസ്സിലായി. ഈ സ്ഥലം ഇത്തിരി ഇതാണ്. ആയി ബ്രദർ എന്ത് പറയുന്നുണ്ട്. എണീച്ച ചേട്ടാ, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ
ശ്രമിച്ചോണ്ട് ഇനി നോക്കട്ടെ. പറ്റും സിമ്പിൾ. ഇതൊക്കെ പറ്റും. ഇതിൻ്റെ അപ്പുറം നമ്മൾ പറ്റില്ല. ലെവൽ എന്ന് പറഞ്ഞിട്ട് ഗുണമില്ല. അതിൻ്റെ അകത്ത് എത്ര കഷ്ടപ്പെട്ടാണ് മനസ്സിലായി. അത് കൺഫ്യൂസ്ഡ് ആക്കി നമ്മളെ തോപ്പിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റും. അത്രയും പറഞ്ഞോളൂ. ഓക്കെ, അപ്പം കാണിച്ചേടാ കുണ്ണേ. ഓള് കയറടാ കുണ്ണേ. മാറ്റേ ഏത് പറയിലോട്ടാണ് അത് ഈ കുണ്ണ ചാടണ. വെയിറ്റൊക്കെ ചെറിയ വെയിറ്റൊക്കെ പറ്റും. ഓക്കെ, അത്രയും പറഞ്ഞുള്ളൂ. പറ്റും. എനിക്ക് കേട്ടാ വെയിറ്റ് അങ്ങോട്ട് ചെന്നിരിക്കാം. അതിൻ്റെ ജോയിസ്റ്റിക്കിൻ്റെ കാര്യം എനിക്ക് നോക്കണം കേട്ടോ. ഒരു കാര്യം നോക്കാണ്ട് ഇതിൻ്റെ ഇതിൽ എവിടെ സെറ്റിങ്സിൽ ഇത് ഈ സാധനം ഇത് മറ്റേ ഈ ബട്ടൺസിനൊക്കെ സൈസ് എത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. വോളിയം അതൊന്നുമല്ല. കൺട്രോൾസിൽ ഫ്ലോട്ടിംഗ് പാടാ. ഫ്ലോട്ടിംഗ് പാടാ എനിക്ക് എന്തിന്. കസ്റ്റമൈസ് ലേ ഔട്ട് ഇതൊന്ന് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, ചെറുതാക്കാനൊന്നും നീ ഒന്ന് ചെറുതാക്കേണ്ട എന്നാണോ മതി ഗെയിം ഉണ്ടാക്കി മറ്റേ പറഞ്ഞേക്കണം. ചെറുതാക്കാനൊന്നും പറ്റുള്ളൂ എനിക്ക് തോന്നാം കേട്ടോ. എടാ നമ്മളെ ചിന്തിച്ച് കളിച്ചാൽ മതി. സെറ്റ് ആക്കാന്നുള്ളൂ. ഓക്കെ, വെയിറ്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ച് കളിക്കും. ശ്രദ്ധിച്ച് ആലോചിച്ച് കളിക്കണം. മറ്റില്ല ലെവൽ കൊണ്ടുള്ള ആ ഗെയിം കളിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം കുറേ തോന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ഓരോ എങ്ങനെ ഓടണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കിട്ടും. ഇത്രയും നേരം ആ സൈഡിൽ നിന്നല്ലേ വലിച്ചു. ഇനി ഈ സൈഡിൽ നിന്ന് വലിച്ചോട്ടെ. എന്തെങ്കിലും നടന്നാലും പറയത്തില്ല. മനസ്സിലായില്ല. നമുക്ക് ഓടുന്ന സ്പീഡ് കുറച്ചാൽ ഞാൻ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഓ എടാ പറിക്കാം. അവിടെ എന്തൊരു കമ്പാ കുണ്ണ എന്തിനാ വച്ചിരുന്ന മൈ. എടാ കറങ്ങി. ഇതിൻ്റെ ഈ ബട്ടൺ സൈസ് വലുതായിട്ട് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻ ഈ ഗെയിം കാണാൻ. എന്ത് ഗെയിമടാ ഇത്. PC ഗെയിമാണോ അവന്മാർ വീഡിയോ ഗെയിമാണ്. സെറ്റ് കിട്ടുന്ന ഗെയിമാണ്. ഇതുവരെ കളിച്ച് കൊള്ളാം. ഗെയിം കൊള്ളാൻ മനസ്സിലായില്ലേ. സെറ്റ് സാധനം കൊള്ളാം. ഞാൻ അത്രേ ഉള്ളൂ. അതാണ് ഞാൻ നോക്കിയത്. കണ്ട അത്രേ ഉള്ളു. എത്തുമെന്ന് വിചാരിച്ചാൽ എത്തിയിരിക്കും. മനസ്സിലായില്ലേ? എത്തിയിരിക്കും. ഞാൻ അത് ആദ്യമേ ഒന്ന് അങ്ങ് ചാടി. ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ വെച്ചാൽ ഞാൻ വിചാരിച്ച് അത്രയും ചാടി അങ്ങ് എത്തൂല. അവിടെ വേണിക്കൂലേ. ഓക്കെ, അത്രയും ചാടി അങ്ങ് എത്തൂല എന്ന് വിചാരിച്ചാണ്. പറ്റും. അത്രേ ഉള്ളു. മറ്റേ ഇടത്ത് ഓക്കെ. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോവാം. എടാ ഇവിടെ എന്തിനാ വാതിലാണ് ഇങ്ങോട്ട്. എടാ എനിക്കത് പിടിച്ചപ്പോഴേ പ്രത്യേകിച്ചൊന്നും വാതിലിങ്ങോട്ട് വന്നില്ല. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു വഴി കാണിക്കാം. അപ്പോൾ ഇതുവഴി പോയി നോക്കാം കേട്ടോ. ഓ വീണ്. ലൈറ്റിൻ്റെ ആവശ്യമുള്ള പോകണം. ഇനി അത് അണഞ്ഞാനെ പോയാലേ മനസ്സിലായില്ല. നമ്മൾ എന്തിനാ ഒരു ശബ്ദം പോലെ ആണ് കേൾക്കണം കേട്ടോ. ഓ ഈ വയറ് വലിഞ്ഞ് കയറാൻ പറ്റില്ല. അതാണ് അവിടെ വഴിയൊന്നുമില്ല. വയറിലൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റുമോ? ശരി, പറ്റും. ഇതെന്തിരിയും ലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി പോകത്തുണ്ട്. ഓ കണ്ട മറ്റേ തൊട്ടാ വളഞ്ഞിങ്ങി എത്തുമായിരുന്നു. വളഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ നൂഴുന്നങ്ങ് ഇറങ്ങി. ചെറിയ സെറ്റ് ചെയ്യും കേട്ടോ. ഡബിൾ ചെയ്യും.
മയിരേക്കാൻ വാതിൽ തുറന്നൊക്കെ ഇത് എന്തൊരു മയിര് എന്തൊരുന്നാണ്. എന്തൊരു ഗ്ലാസ്. ഓ വീണ് കാല് തട്ടി. ഓ എർത്ത്. പാറി വറുത്ത ഇറത്ത് ചാൻസ് ഇറത്ത് ഗൈസ്. പാറി വറുത്ത അവിടെ ഇതുണ്ടായിരുന്നു മറ്റേ ഈ ഇറത്ത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ശേ കുഴപ്പമില്ല, സീനില്ല. ഉണ്ണ മതിൽ ചേർന്നിക്കണം എന്തിനും ഇതങ്ങനെ. മുകളിൽ തന്നെ മുകളിൽ സ്വിച്ച് വേണം. മുകളിൽ സ്വിച്ച് വേണ്ട, ഇത്രയേ ഉള്ളു. മുകളിൽ സ്വിച്ച് പോയി നോക്കാം. ഓ എന്നിട്ട് ഇതി ചാടിക്കാരണം കേട്ടാ. ഇപ്പം സമ്മതിച്ചില്ല. ഇത് വെച്ച് വലിച്ച് അതിൻ്റെ മുകളിൽ കയറി ആ സ്വിച്ച് ഓഫാക്കിയിട്ട്, മനസ്സിലായില്ലേ? ആ സ്വിച്ച് ഓഫാക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൂരിന്ന് അങ്ങ് പോകണം. സിമ്പിൾ ചാറ്റ്. ഇതങ്ങ് പിടിക്കാൻ പറ്റൂ. എടാ അത് എത്തല്ലേ എനിക്ക് അങ്ങനെയല്ലേ? ഇനി ഇത് ചാടി കയറിയിട്ട് അങ്ങനെ ഇപ്പുറത്തോട്ട് ചാടാം, അങ്ങനെയാണ്. അതെന്തിനീ മനസ്സിലാവില്ലല്ലോ. എടാ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെയല്ലേ, അതെനിക്ക് ചാടി കയറാൻ പറ്റണല്ലോ. ഇപ്പം നോക്കിയാൽ ഇതിൽ കയറിയേ, എനിക്ക് ഇതിൽ പിടിക്കാൻ പറ്റണല്ലോ. ഏതിലെങ്കിലും പിടിച്ച് കയറാൻ പറ്റുമോ? നോക്കട്ടെ. ആയിരെന്തിനു മുന്നിൽ കാലിലൊക്കെ തട്ടണം. എന്ത് കൊണ്ടു ഇത്? എടാ അങ്ങോട്ട് ഈ പോകാൻ പറ്റണല്ലോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വല്ലതും ഉണ്ടാ? ഇല്ല, ഇങ്ങോട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കയറത്തില്ല. അവിടെ കൂടെ കറണ്ട് പാസ്സായിക്കൊണ്ടിരിക്കണം. ഓക്കെ, കറണ്ട് കൂടെ പാസ്സായിക്കൊണ്ടിരിക്കണം. എനിക്ക് അങ്ങോട്ട് കയറി ഞാൻ വീഴും, മനസ്സിലായില്ലേ? ഇത് കറണ്ട് പാസ്സായിക്കൊണ്ടിരിക്കണം. ഇത് PC ഗെയിം അല്ലേ? ഇത് PC ഗെയിമാണ്. അറബിയുടെ PC ഗെയിം അവന്മാർ മൊബൈലിലോട്ട് ഇറക്കി കളിയാ, മനസ്സിലായില്ലേ? മൊബൈലിൽ ഇറക്കി. പോയി നോക്കിയാൽ മതി, മൊബൈലിൽ ഇറക്കി അവന്മാർ. ആൻഡ്രോയിഡിനും iOSനും വേണ്ടി അവന്മാർ ഇറക്കി. പക്ഷേ കുണ്ണാൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ബട്ടന് വേണ്ടിയിട്ട് പ്രത്യേകം കാര്യങ്ങളൊന്നും ചെയ്തില്ല, മനസ്സിലായില്ലേ? ബട്ടൺ സൈസും സൈസൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായി? ഇത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതിവിടെ എന്നാൽ ഇവിടെ ഇരിക്കും, ഇവിടെ വന്നാൽ അവിടെ ഇരിക്കും. അനങ്ങും കുണ്ണാൻ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് അനങ്ങും ഈ സാധനം. എന്തൊരു ഗെയിമായിരിക്കും. വെയിറ്റ് ആക്കട്ടെ ലൈവ് ഒന്ന് വെയിറ്റ് ആക്കി. ഇനി ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ മുകളിലും കയറാൻ പറ്റൂല. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നത് മുകളിൽ കയറുന്നതാണ് ഇത് അണയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ വേണ്ട എവിടെ വെയിറ്റ് ഇത് ഇതിൻ്റെ മുകളിൽ ആ സ്വിച്ച് പോലെ ഉണ്ട്. അത് അണയ്ക്കണമെന്നാണ് എനിക്ക് തോന്നണത്. അറിയാൻ വയ്യ, അതാണ് ഞാൻ പിന്നെ ഈ സാധനം എടുക്കണേ. ചാറ്റേ ഒരു നിൽക്കേ എനിക്ക് ഇവന്മാരെ ചുമ്മാതല്ല ചാറ്റേ കുണ്ണതേണ്ട ഇവിടെ സാധനം ഇരിക്കണണ്ട പറ്റില്ല. കണ്ട ഈ പൊലയാടി മക്കൾ വാതിൽ നമ്മൾ തുറന്ന് കയറുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കൂലല്ലേ. അതുകൊണ്ട് ഈ കുണ്ണോളികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഇതാക്കി വെച്ച് കുണ്ടച്ചി മക്കളെ നിൻ്റെ തന്ത കുണ്ണേടാ മയിലുകൾ. ലെവൽ ഗെയിം ഏകദേശം ഇതേപോലെയൊക്കെയാണ്. അതിൽ കൂടെ ഹൈ ആണ്.
സിമ്പിൾ ചാറ്റ്. എനിക്ക് എല്ലാവരും ചാടി പിടിക്കാം. ഓ മൊത്തം അടിച്ചു പോയി ചേട്ടാ. മൊത്തം അടിച്ചു ചേട്ടാ. എല്ലാ ലൈറ്റും കത്തി അങ്ങ് പോയി. കറണ്ട് എല്ലാം കത്തിപ്പോടാ ചേട്ടേ. എൻ്റെ ഒരു ടോർച്ചർ സാധനം ഉണ്ടല്ലോ, അത് കത്തിക്കാം. ഇതൊരു വിളക്കിൻ്റെ. അല്ല ഇനി ഇങ്ങോട്ട് പോകണോ, അതാണ് എനിക്ക് സംശയം. ഇനി ഇതിൽ കറണ്ട് കാണൂല്ലേ, ഇങ്ങോട്ട് പോയി നോക്കാം അല്ലേ. എനിക്ക് അതാണൊരു, ഇങ്ങോട്ട് പോയി നോക്കാം. ഓ പാർത്ത കറണ്ട് വന്നടാ. എടാ ഇതിൻ്റെ അകത്ത് അവന്മാർക്ക് കറണ്ടെന്ന് പിടിക്കേണ്ടടാ. നമ്മളിവിടെ മഴ ചാറി അപ്പം കറണ്ട് പിടിക്കും. ഇവിടെ കറണ്ടെന്ന് പോവില്ലടാ. കറണ്ട് പോയി 5 സെക്കൻഡ് കഴിയുമ്പോൾ വരും. എന്തോന്നടാ ഇതൊക്കെ, എന്തോന്ന് ഇതൊക്കെ ചാറ്റോ, എന്തോന്നാണ് ഇതൊക്കെ. ഉണ്ണേൻ്റെ അപ്പം മനസ്സിലായിട്ടാ. പെട്ടെന്ന് വന്നിട്ട് എവിടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത്. ഓ അവിടെ മതിലിൻ്റെ കുണ്ണെ ഒളിച്ചിരിക്കണടാ. സംഭവം സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുന്ന കുണ്ണ അതിൽ പെട്ടെന്ന് കറണ്ട് അണച്ചിട്ട് പെട്ടെന്ന് ഇത് കറണ്ട് ഇടുകയും വേണം. കറണ്ട് അവന്മാരിടും. അപ്പുറത്ത് നിന്ന് അവന്മാർ കറണ്ട് ഇടേ മുന്നേ നമ്മൾ ഇതിൽ ചാടി ഇങ്ങ് പോകണം. മനസ്സിലായി? അവിടെ ആലോചിച്ച് നിന്നാൽ വലിച്ച് കറണ്ട് വരും, നമ്മൾ ഒത്ത്. ഓക്കെ, ഇത് സെറ്റ്. ഇനി ചാടി പിടിച്ചും കറണ്ടങ്ങ് മൊത്തം തുലയ്ക്കും. എന്തോന്ന് ഒരു സെക്കൻഡ് പോലും പഴക്കണ്ട. അവിടെ ഇനി ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാൻ വയ്യല്ലോ. ഇവിടെ എന്തൊക്കെ ഊഞ്ഞാലും എന്തൊക്കെ സംഭവങ്ങൾ കിടക്കണം കേട്ടാ. മനസ്സിലായില്ല? ഇതെന്തരാ ഇവിടെ സീനാണ്. മനസ്സിലായി? സീനാണ് ഇവിടെ. ഇതൊക്കെ എന്തോ വയറിൽ തൊടണ്ട. വയർ ചിലപ്പോൾ കറണ്ട് കാണും. മനസ്സിലായില്ലേ? ഇലക്ട്രിക് ഇതായിട്ട്. എടാ ഇവിടെ ഇലക്ട്രിക് സീനടാ. ഇതെന്തിരി കിടന്ന് കറങ്ങണ. ഓ ട്രെയിൻ കുണ്ണേ, ഒച്ച ട്രെയിൻ കുണ്ണേ. ഇപ്പം ഇതിൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കണം. എന്ത് മൈശാണെന്നാണ് എനിക്കിത്. നമ്മൾ ശ്രദ്ധിച്ചില്ലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഓരോടോ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു മൊത്തത്തിൽ ഇരുട്ടല്ലേ ഇതിൻ്റെ അകത്ത്. ഇപ്പം വീണേനെ, ഊഞ്ഞാലിൽ നിന്നിപ്പോൾ വീണേനെ. ഇവിടെ മൊത്തം ചുറ്റും നോക്കട്ടെ. മനസ്സിലായി? ഇവിടെ ചുറ്റും നോക്കട്ടെ. വെളിച്ചമുണ്ട്. ഓരോടോ ചുറ്റും നോക്കട്ടെ. എന്നാൽ ഇതിൽ ഇവിടെ ഏതായാലും സ്വിച്ച് പോലെ ഉണ്ടോ? മെയിൻ സ്വിച്ച് പോലെ ഉണ്ട്. അതാണ് ഇവിടെ. നിങ്ങൾ എവിടെയാണിത് മനസ്സിലാവണല്ലോ. ഓരോ പറയും കൊണ്ട് എവിടെയെങ്കിലും ഒരു സ്വിച്ചൊക്കെ ഒളിപ്പിച്ചാണ്ടോ ചെയ്യണം. കാണാൻ പോലും കിട്ടണേ. എന്ത് പറയട്ടെ. വെയിറ്റാക്കാം. ആ സ്വിച്ച് കൊണ്ട എടാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങോട്ട് ഇവിടെ സ്വിച്ചൊന്നും കാണാല്ല. അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അവിടെ കറണ്ട് ഇപ്പോൾ ഉണ്ടാ. കയറി നോക്കാം. ഉണ്ടടാ അവിടെ കറണ്ട്. കറണ്ട് അവിടെ ഉണ്ട്. ചിമ്പ എനിക്ക് ഇപ്പം ഒരു സെക്കൻഡ് വെയിറ്റ് ആകെ. വീണ്ടും ഇത് എവിടെ ഇതായി വരണത്? ജനിച്ചു വീഴേണ്ട എവിടെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കറണ്ട് അണയുമല്ലേ. ഇവിടെ കറണ്ട് അണയുമ്പോൾ തന്നെ അവിടെ അണയും. രണ്ടിടത്തൂടെ ഒരു ലൈനായിരിക്കും. അപ്പോൾ ഇവിടെ അണച്ചിട്ട് പെട്ടെന്ന് അപ്പുറത്തോട് ഓടിക്കയറില്ല. ഇടവഴി കൂടെ ഓടിക്കയറില്ല. അതേ സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങോട്ടുകൂടെ ഓടി വന്ന് അവിടെയും കയറണം. പെട്ടി വലിച്ചിട്ട് വരണിക്ക്.
അതായിരിക്കും സംഭവം, മനസ്സിലായില്ലേ? അതായിരിക്കും. എന്തിരി കാണിക്കണവൻ? എടാ ഇതെന്ത് പോണില്ല അവൻ. എനിക്ക് അതൊന്നുകൂടെ ഇത് വെളിച്ചം വരട്ട്. കണ്ടോ വെളിച്ചം? അത് നേരത്തെ ചാടിയപ്പോഴേ ഒരു പ്രശ്നം വരും, ഇത് പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റില്ല. ഒന്ന് നോക്കണ്ട, ഒറ്റ ഓട്ടയുടെ പിന്നെ ഇരിക്കാതെ ഓട്. ഒരു വഴി മൊത്തം സാധനങ്ങൾ ഓടിട്ടേക്കണം, എന്തൊരു ഓടാൻ പറ്റില്ല. ഓ ജസ്റ്റ് മിസ്. ഓക്കെ കണ്ട അവിടെ കറണ്ട് വന്ന് ജസ്റ്റ് മിസ്സിനടാ, ജസ്റ്റ് മിസ്. അവിടെ ഇവിടെ 2-3 വാതിലൊക്കെ കൊണ്ട് ഇനി ഇത് തുറന്ന് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പെട്ടിയും പറയുന്നു കാണില്ല, അതിൻ്റെ മുകളിൽ കയറി ചാടി വാതിൽ തുറന്നു പോകണം. അങ്ങനെ ഇവർ മൊത്തം വഴി കൊണ്ട് സാധനം ഇട്ടിരിക്കണ്ട, അതാണ് നമ്മൾ വീണു പോകണം. നോക്കട്ടെ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിടക്കണം. ഓ എന്ന് തോന്നുന്നു ഇതേത് കൊണ്ട എന്തൊരു സംഭവം. എടാ എന്താ ഒരു കണ്ണുപോലെ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ? എന്തിനാണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓ കരിഞ്ഞ്. ഓ അവിടെ ചാടി പറ്റും നിനക്കൊണ്ട് പറ്റും. എടാ എന്തിനാ ഒരു വെളിച്ചം പോലെ നമ്മുടെ ദേഹത്ത് തട്ടും, അത് തട്ടിക്കൂടാ, മനസ്സിലായില്ലേ? അതിൻ്റെ എൻ്റെ ദേഹത്ത് തട്ടിയാൽ ഞാൻ വീഴും. ഓ ആയിക്കോട്ടെ, ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ജനിച്ചില്ല, അതൊന്നുകൂടെ മറ്റേ ഇത് അണച്ച് സെറ്റായി. എപ്പോൾ മനസ്സിലായി, ഇപ്പോൾ സംഭവം മനസ്സിലായി. അത് തട്ടാതെ ഇപ്പുറത്ത് പോകണം. പാടാണ് കേട്ടോ, നല്ല പാടാണ്, നല്ല പാട് തന്നെ. കണ്ട അവിടെ ഒരു ലൈറ്റ് പോലെ എനിക്ക്. ഇനി ഇതിൽ ഇവിടെ ആ ലൈറ്റ് വരില്ല. കണ്ട ഇവിടെ സീനില്ല. ഓ പിടിച്ചടാ പട്ടിയനെ. എടാ ഒന്നാമത് ഈ മയിലിന് സ്പീഡില്ല, അപ്പോൾ ഓടൂല. ഓക്കെ ഇവന് സ്പീഡെന്ന് പറഞ്ഞിട്ട് സാധനമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇത് പോവാൻ? അവ അവിടെ നിൽക്കും, പറച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കും. സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം. കണ്ട ഇവൻ ഓടൂല്ല, ആവശ്യ സമയത്ത് അവിടെ നോക്കിയും കണ്ടുകൊണ്ട് നിൽക്കുക, അതാണ് വീഴണം. ഇത് എന്തോന്നാണ് അത്. ആദ്യം ഇവിടെ വയ്ക്കണം, കണ്ട ഇവിടെ വയ്ക്കണം. അതിനുശേഷം വേണ്ട ആ ബെഡിൻ്റെ അവിടെ ഒരു നേലുണ്ട്, അവിടെ പോയി നിൽക്കണം. അങ്ങോട്ട് പോടാ. ഈ ബട്ട എനിക്ക് ശരിയല്ല ട്രാറ്റ്. ഈ ബട്ടമാര് പോകാൻ പറ്റും. ഓ ചാടി പോവാ, അത്രയേ ഉള്ളൂ. വെളിച്ചം വേണേ. ഓ സിമ്പിൾ. ആ വെളിച്ചം എന്തിനാ ഈ വെളിച്ചം തട്ടുമ്പോൾ ഇവനെ കൊണ്ട് പറ്റണില്ലേ അങ്ങനെ? ഇതെന്തിനാടാ? ഓ അത് ഈ ചാടിക്കയറി പോണവരിക്കും കണ്ടതാണ്ട് ഈ സാധനം കണ്ട. ഇത് ഈ ചാടിക്കയറി പോണവരിക്കും. ഇതിൽ വിളക്ക് വയ്ക്കട്ടെ. ഓക്കെ ഇപ്പോൾ അത്യാവശ്യം വെളിച്ചം കിട്ടി. എടാ ഇത് അള്ളി പിടിച്ച് മോളി പോകണം. ഇത്രയേ ഉള്ളൂ ചാറ്റ്. സിമ്പിൾ. ഇല്ല കുഴിയില്ല, ഞാൻ വെച്ച് കുഴി ഉണ്ടെന്ന്. ഇതിപ്പോൾ എങ്ങോട്ട് പോകണ്ടേ? ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? 2 വഴി കിടപ്പുണ്ടല്ലേ.